ഗൈസ് പോലീസ് എത്തി കേട്ടോ. സീൻ സ്ഥലം കേട്ടോ. ഇവിടെ കള്ളന്മാര് വിഷയം തീർത്ത് കളയുന്ന പറഞ്ഞത്. ഒരു സ്ത്രീ ശബ്ദം ഇപ്പോഴത്തേക്ക് നമ്മുടെ ഡോർ ഇതുപോലെ തുറന്നിട്ടേക്ക് വരുന്നുണ്ടോ. ഇവിടെ ഇങ്ങനെ ഒരു തല. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ട്രാവൽ മഗ്. മൈസൂരാ കേട്ടോ. മൈസൂരത്ത് ഡീഹൈഡ്രേഷൻ അടിച്ച് പണ്ടാരം ഉണങ്ങി നിൽക്കട്ടോ. ഞങ്ങള് ഇന്ന് നമ്മുടെ 5ാമത്തെ ദിവസമാണ് മൈസൂര്. ഇവിടത്തെ കയറി നമ്മൾ ഇത്ര ഒരു 2 ആഴ്ച കൊടൈക്കനാൽ ഊട്ടി അങ്ങനെ എന്താ പറയുക തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് താപ്പോട്ടിറങ്ങി ഇവിടെ ഈ വെയിൽ ഈ ഒരു ക്ലൈമറ്റിലോട്ട് വന്നപ്പോഴത്തേക്ക് ഡീഹൈഡ്രേഷൻ അടിച്ചോ. ഡീഹൈഡ്രേഷൻ അടിച്ച് അതുപോലെ ഇവിടുത്തെ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റത്തേ ഇല്ല. കട്ടി കുറവാണ്. കട്ടി കുറഞ്ഞ വെള്ളം കേട്ടോ. ഞങ്ങൾ തിളപ്പിച്ചൊക്കെ നോക്കി, തിളപ്പിച്ചിട്ട് ഒന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഒരുമാതിരി എന്താ പറയുന്നത്, അത് വായിലോട്ട് വെക്കുമ്പോഴേ നമ്മൾക്ക് ഛർദ്ദിക്കാൻ വരും. അതുപോലത്തെ ഒരു ചുവയാണ് കേട്ടോ വെള്ളത്തിന്. അപ്പം അങ്ങനെ ഞങ്ങൾ മാക്സിമം പുറത്തുനിന്നുള്ള സംഭവങ്ങളെല്ലാം ഒഴിവാക്കിയിരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ലാന്ന് വിളിച്ചു മിനറൽ വാട്ടർ ഒരു 2 ലിറ്ററിൻ്റെ വാങ്ങിച്ചു. വെള്ളം കുടിക്കാതിരുന്നത് 3-4 ദിവസമായി. ഈ ടേസ്റ്റ് കാരണം നമ്മൾ വെള്ളം കുടിക്കുന്നേ ഇല്ല, കുറവാണ്. അപ്പോൾ ഇതുണ്ടോ ഇന്നലെ തിളപ്പിച്ച് വരെ നോക്കി, എന്നിട്ടും ഇത് മാറ്റമില്ല കേട്ടോ. ആ ഒരു കയ്പ്പ് ജീരകമൊക്കെ നല്ലോണം ഇട്ട് നോക്കി, എന്നിട്ടും ആ ഒരു കയ്പ്പിന് മാറ്റമില്ല. ഛർദ്ദിക്കാൻ തരുന്നു. അങ്ങനെ വെള്ളം കൂടി വളരെ കുറവായി. എനിക്ക് വരും ഡീഹൈഡ്രേഷൻ അടിച്ചു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് വയ്യ, കയ്യിരുന്ന് വിറയ്ക്കുന്നു, ദേഹം തളരുന്നു, ആകെ ഒരുമാതിരി വല്ലാത്ത അവസ്ഥ. അതിൻ്റെ കൂടെ രാവിലെ ഞാൻ ഉറക്കത്തി ചാടി എഴുന്നേറ്റ് പമ്പിലോട്ടോ കിടന്നത്. രാവിലെ വെയിലടിച്ചപ്പോഴത്തേക്ക് വെപ്രാളത്തിൽ ചാടി എഴുന്നേറ്റിട്ട് ഉറക്കപ്പിച്ചിൽ വണ്ടി റിവേഴ്സ് എടുത്തു. നമ്മുടെ വണ്ടിയിൽ അവിടെ ഒരു പോസ്റ്റിൻ്റെ കെട്ടുണ്ടായിരുന്നു. അതിനകത്ത് പോയി ബാക്ക് വട്ടിട്ട് പമ്പരടിച്ച് അകത്ത് കയറുന്നുണ്ടോ. ഞാനിപ്പോൾ അത് കൈവിച്ച് വലിച്ച് നോക്കിയില്ല. ഇന്ന് അങ്ങനെ പമ്പിൽ നിന്ന് ഫ്രഷായി. ഞങ്ങൾ പല്ലും തേച്ചിട്ടില്ല, മോൻ വീട്ടിലൊന്നും കേട്ടോ. അതൊരുമാതിരി പല്ലൊക്കെ പുറത്ത് ഇരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കാൻ വേണ്ടി അതിനപ്പുറം കാവേരി നദിയാട്ടോ നമ്മുടെ ബാക്കിൽ കൂടി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ ഒരു കനാലും കാര്യമൊക്കെ പോകുന്നുണ്ട്. ഇതിലേ ചെന്നാൽ നദിയിലോട്ട് ചെല്ലാൻ പറ്റും അവിടെ. അപ്പോൾ അങ്ങോട്ടുള്ള വഴി ഞങ്ങളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. പോയി കുളിച്ച് വൃത്തിയാവണം. കുളിക്കുമ്പോൾ ഒരു നല്ല സുഖം കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് പയ്യെ അങ്ങോട്ട് നീങ്ങാം. നമ്മുടെ ഈ വലതുവശത്ത് കാണുന്നത് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ കേട്ടോ. നമ്മളിത് ഇവിടുന്ന് സൈഡിലോട്ട് പയ്യെ തിരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കയറി നമുക്ക് വണ്ടി ഓടിച്ച് പയ്യെ ആറില്ല യമുന നദി കാവേരി കേട്ടോ. കനാല് നോക്കി നല്ല വെള്ളം കണ്ടിട്ട് തന്നെ ചാടി കുളിക്കാൻ തോന്നുന്നു. ഏതോ ഒരു റിസോർട്ടിലൊക്കെ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൈഡിൽ ഏതോ റിസോർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പയ്യെ ഈ വഴി മുമ്പോട്ട് കൊണ്ടുപോയി വണ്ടി അതിൻ്റെ സൈഡ് വരെ എത്തുമെന്ന് നോക്കാം. എത്തിപ്പെട്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. അവിടെ നിന്ന് കുളിച്ച് ഫ്രഷ് ആവരുത്. ടെമ്പറേച്ചറും ഈ കഴിഞ്ഞ 2 ആഴ്ചത്തോളം നമ്മൾ തണുത്ത സ്ഥലത്ത് നിന്നിട്ട് താപ്പോട്ടിറങ്ങിയപ്പോഴത്തേക്ക് കൂടി 4-5 ദിവസമായി. എന്നിട്ടും ബുദ്ധിമുട്ടാട്ടോ. നമ്മളതിൻ്റെ അടുത്ത് എത്തി കേട്ടോ. വണ്ടി അവിടെ വരെ ചെല്ലും. ഇവിടെ നിർത്തി പോകണ്ട. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കാം. മുമ്പിൽ നോക്കി നദി കേട്ടോ കാണുന്നത്. ഏകദേശം ഇവിടെ 6 കേട്ടോ കാവേരി നദി. നമ്മളിത് ഇവിടോട്ട് വണ്ടി ഒതുക്കി. നമുക്കിന് ഡ്രസ്സ് കാര്യങ്ങൾ പല്ല് വെക്കാനുള്ള ബ്രഷ് പേസ്റ്റ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പയ്യെ അങ്ങോട്ട് നീങ്ങി. വണ്ടി അങ്ങനെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പയ്യെ മുമ്പോട്ട് ഇറങ്ങും കേട്ടോ. ഇത്തും ആദ്യമായി ഫ്രണ്ടിൽ നടന്നു പോയിട്ടുണ്ട്. കണ്ടിട്ട് വലിയ ആഴോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പാറക്കെട്ടും കാര്യങ്ങളൊക്കെ തെളിഞ്ഞിരിക്കും. ഇതേ ആ പാലത്തിൻ്റെ ഒക്കെ സ്ട്രക്ചർ നോക്കി. പണ്ടത്തെ കാലത്തെ പോലെ എനിക്ക് തോന്നി പഴയ ടിപ്പുവിൻ്റെ അറയിലെങ്ങാനും പണിഞ്ഞ പാലം അവർ റീകൺസ്ട്രക്ട് ചെയ്തെടുത്തേക്കുന്നതാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ. ഗൈസ് ഇതുവഴി ഇങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോവാണ്. ഒഴുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ വലുതോ. കഴിഞ്ഞ ദിവസം കഴുകിയ ഡ്രസ്സൊക്കെ നമുക്ക് ഇതുവരെ സത്യം പറഞ്ഞാൽ വിരിച്ചിടാനൊരു സ്ഥലം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ബക്കറ്റിനകത്ത് വെച്ച് അടച്ചു വെച്ചേക്കുമായിരുന്നു. ചെറിയ രീതിയിൽ സ്മെല്ലായിട്ടുണ്ടോടാ. ചെറുതായിട്ടേ ഉണങ്ങിയിട്ടുള്ളൂ കേട്ടോ. ആ തുണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടില്ല. എന്തായാലും ഇവിടെ ഇപ്പം നല്ല വെയിലും കാര്യമുണ്ട്. അതുകൊണ്ട് ഈ ഒരു പാറയിലോട്ട് വിരിച്ചിടാമെന്ന് വിചാരിച്ചത്. ഇത് നോക്കി ഫുള്ള് പാറക്കെട്ടാട്ടോ. ആഴോ കാര്യമൊന്നുമില്ല. അത് നോക്കി ഒരു മുട്ടിൻ്റെ അത്രയും പോലും ആഴമില്ല. ആഴം ഇല്ലെങ്കിലും ആഴമുണ്ടെങ്കിലും സൂക്ഷിച്ച് ഇറങ്ങുന്നുള്ളൂ. അറിയാത്ത സ്ഥലത്ത് പോയി അറിയാത്ത ആറ്റിലും വെള്ളത്തിലൊന്നും ഇറങ്ങരുത്. ഇത് എന്തായാലും ഇതിപ്പോൾ കാണുമ്പോഴേ സേഫ്. അത് ഇത് കണ്ടോ ഇവിടെ കല്ലാട്ടോ. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ കാലം നിന്ന് കുളിച്ചിട്ട് ഇത്തിരി വെള്ളം ദേഹത്ത് വീഴുമ്പോൾ തന്നെ ഒരു ആശ്വാസം കിട്ടും. അവനവിടെ ഇങ്ങനെ തുണിയെല്ലാം വിരിച്ചിടുക കേട്ടോ. പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ടോ. ജിത്തു ഇപ്പോൾ ഇവിടെ നിന്ന് അവൻ്റെ ഡ്രസ്സ് കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ കഴുകണം. ഇങ്ങനെയൊക്കെ ചാൻസ് കിട്ടുമ്പോഴേ നടക്കത്തുള്ളൂ കേട്ടോ. ഇതാകുമ്പം വൃത്തിയായിട്ട് കഴുകി ഇവിടെ തന്നെ നല്ല വെയിലുണ്ട്. ഈ പാറയുടെ പുറത്ത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടുകയും ചെയ്യും. നല്ല ചൂടുണ്ട് കേട്ടോ. പാറയെല്ലാം നല്ല പഴുത്തിരിക്കുക. തുണിയെല്ലാം കഴുകി ദേ പോച്ചയുടെ പുറത്തും പാറപ്പുറത്തും എല്ലാം വിരിച്ചിട്ടുണ്ടോ. ചൂട് കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ജിത്തു ദേ ഇവിടെ കുളി തുടങ്ങി.
ഇങ്ങനെ അവിടെ നിന്നിട്ട് കല്ലിൻ്റെ പുറത്ത് എവിടെയും ആഴമൊന്നുമില്ല കേട്ടോ, ഇവിടെ ഒന്നുമില്ല, എന്നാലും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. കല്ലിൻ്റെ പുറത്ത് നിന്നിട്ട് ബക്കറ്റ് വെച്ച് ഇങ്ങനെ കോരി കുളിക്കണം. ഞങ്ങളുടെ കപ്പ് പൊട്ടിപ്പോയി. ഇവിടെ ഫുള്ള് കുളത്ര പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നോക്കി, മുട്ടയ്ക്കകത്തെല്ലാം ഇങ്ങനെ പടം വരച്ചിട്ട് കൊണ്ടിട്ടേക്കും കേട്ടോ. അതെ, അതുപോലെ നമ്മുടെ മറ്റേ കലം ഇങ്ങനെ കെട്ടി. അപ്പുറത്ത് ബലിതർപ്പണോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്ന സ്ഥലമാണോ എന്നറിയാൻ വയ്യ. എന്തോ മണിയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കുന്നുണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും വരുന്നതായിരിക്കും. എന്തായാലും കുളിക്കട്ടെ, കുളിച്ചത് ഫ്രഷ് ആവട്ടെ. അങ്ങനെ കുളി കഴിഞ്ഞു, തുണി കഴുകൽ കഴിഞ്ഞു, പല്ല് തേച്ചു, ഫ്രഷായി, അടിപൊളിയായി. ഇനി ഇവിടുന്ന് മേപ്പോട്ട് കയറാൻ കേട്ടോ. ഒന്ന് കുളിച്ച് ഫ്രഷ് ആയപ്പോഴത്തേക്ക് എന്തൊരു സുഖമെന്നറിയാം. ഭയങ്കര ചൂടാട്ടോ ഇവിടെ. ചൂടെടുത്ത് നമ്മൾ വിയർത്ത് കുളിച്ച്, രാവിലെ വണ്ടിക്കകത്തൊന്ന് വിയർത്ത് കുളിച്ച് നാശമായിട്ട് എഴുന്നേറ്റത്. രാത്രി കൊണ്ടിടുമ്പോൾ നല്ല സുഖമാണ്. അങ്ങനെ വണ്ടി ഇട്ടിട്ട് കിടന്നുറങ്ങിയതാണ്. രാവിലെ ആയപ്പോഴത്തേക്ക് 8 മണിയായപ്പോഴേ വിയർത്ത് കുരുകിപ്പോയി അതിനകത്ത് ഇറന്നിട്ട്. ഞാൻ ആ ഉറക്കപ്പിച്ച് ചാടി എഴുന്നേറ്റിട്ട് വെയിലത്ത് നിന്ന് മാറ്റാൻ വേണ്ടി ഉറക്കത്തിൽ നിന്ന് ചാടി കഴിഞ്ഞിട്ടില്ല, വെളിയില്ലായിരുന്നു. വണ്ടി നേരെ റിവേഴ്സും എടുത്തു കൊടുത്ത് ആ പോസ്റ്റിൻ്റെ സൈഡിൽ പേടിച്ച് ബാക്ക് ബമ്പർ പൊട്ടി. കുഴപ്പമില്ല, റെഡിയാക്കാൻ. വണ്ടി എവിടെ മേളിൽ കിടപ്പുണ്ട് കേട്ടോ. അവിടെ ഒരു കനാലുണ്ട്, ഇതിലെല്ലാം ഇങ്ങനെ വെള്ളം ഒലിച്ചു പോകുന്നേക്കാം. അവിടെ സൈഡിൽ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് ഈ തുണിയൊക്കെ ഒന്ന് അവിടെ തന്നെ വിരിച്ചിടണം, ഉണങ്ങാൻ വേണ്ടിയിട്ട്. ശരിക്കും ഉണങ്ങില്ല. കഴിച്ചിട്ട് നമുക്ക് ടിപ്പു സുൽത്താൻ്റെ കോട്ടയും കാര്യങ്ങളൊക്കെ കാണാൻ പോവാം. മേളിൽ ഇത് വണ്ടിയുടെ അടുത്ത് എത്തി കേട്ടോ. വീണ്ടും ഡ്രസ്സെല്ലാം ഇവിടെ എല്ലാം വിരിച്ചിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നതുകൊണ്ട് അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രം എല്ലാം കഴുകി റെഡിയാക്കി ഞങ്ങളിത് ടിപ്പു സുൽത്താൻ്റെ കോട്ട കാണാൻ വേണ്ടി ടിപ്പു സുൽത്താൻ്റെ കോട്ട കാണാൻ വേണ്ടി വന്നത് കേട്ടോ. വണ്ടി ദേ ഇവിടെ ഒതുക്കി. ഇതാട്ടോ ടിപ്പു സുൽത്താൻ്റെ കോട്ട. ഇവിടെ വരുമ്പോഴേ പഴയ പീരങ്കിയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാട്ടോ എൻട്രൻസ്, നമുക്ക് കയറാത്തോട്ടെ. നമ്മളിപ്പോൾ എൻ്റർ അയക്കുന്നത് മൈസൂർ ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റ് വഴിയാട്ടോ. ടോട്ടൽ എൻ്റെ ഒരു ശരിയാണെങ്കിൽ 5 ഗേറ്റോ എന്തോ ഉണ്ടായിരുന്നു ഇതിനകത്തോട്ട് എൻ്റർ ആവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ മൈസൂർ ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റ് ഇവിടെ ആയിരുന്നു കേട്ടോ. നമ്മൾ അതുവഴി എൻ്റർ അയക്കുന്നത്. ഇതുപോലെ വാട്ടർ ഗേറ്റ്, അങ്ങനെ കുറേ ഗേറ്റ്സ് ഉണ്ട് കേട്ടോ. ഇത് കോട്ടയ്ക്കകത്ത് മറ്റേ പട്ടാളക്കാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമാണെന്നാണ് തോന്നുന്നത്. ഇത് വേറെ ഗേറ്റാണ് ഗൈസ്. ഇത് അടുത്ത ഗേറ്റ് കേട്ടോ. ഇത് വേറൊരു ഗേറ്റ് കേട്ടോ. ഇത് കാവേരി നദിയിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ കിടങ്ങ് വെട്ടി ഇതിനകത്ത് പണ്ട് മുതലയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുള്ളി. നമ്മൾ പട്ടാളക്കാരൊക്കെ വെളിയിൽ നിന്ന് വന്ന് കയറി ആക്രമിക്കാതിരിക്കാൻ ഇതിനകത്തൂടെ എല്ലാം ഇങ്ങനെ വെള്ളം കടത്തി വിട്ടിട്ട് മുതലയെ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അറിവ്. ഈ ഗേറ്റിൻ്റെയൊക്കെ ഈ ഡോറിൻ്റെയൊക്കെ വലിപ്പം നോക്കി, പഴയ തടിയാണ് കേട്ടോ. ഫുള്ള് കരിങ്കല്ലും ഒക്കെ വെച്ചിട്ടുള്ള നിർമ്മിതിയാണ് ഇവിടെ ഗൈസ്. അത് വേറൊരു ഗേറ്റ്, ഇത് നമ്മൾ എൻ്റർ ആയ ഗേറ്റ്. ഇവിടെ അടുത്ത ഗേറ്റ്, 3ാമത്തെ ഗേറ്റ്. അവിടെ അത് പഴയ കാലത്തെ ഗേറ്റ്, അത് പൊളിച്ചിട്ട് അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കൊടുത്തേക്കുന്നതാണോ എന്തോന്ന് അറിയാൻ വയ്യ കേട്ടോ. നമ്മളിതേ അവിടെ നിന്ന് ഇങ്ങനെ മേപ്പോട്ട് വാച്ച് ടവറിലോട്ട് കയറുകയാണ് കേട്ടോ. ഇവിടെയും പീരങ്കിയും കാര്യങ്ങളൊക്കെ ഇരിക്കും നോക്കി. ഇതെല്ലാം പഴയ പീരങ്കി തന്നെ കേട്ടോ, സൈസ് സാധനമാണ്. ഇവിടെ എല്ലാം ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സന്ധ്യയ്ക്ക്. ഇത് വാച്ച് ടവർ കേട്ടോ. ഇവിടെ നിന്നിട്ട് പട്ടാളക്കാരിങ്ങനെ ശത്രുക്കൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിരുന്ന സ്ഥലങ്ങളാണ്. ഇതെനിക്ക് തോന്നുന്നു ഇതെല്ലാം പീരങ്കിൽ വെച്ചിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് കാണാം കേട്ടോ. അതായത് സോൾജേഴ്സിന് ഇവിടെ നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇത് അവിടെ നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞ ആ കിടങ്ങ്, ഇത് കാവേരി നദിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വെട്ടിക്കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് മുതലയും കാര്യങ്ങളെല്ലാം പുള്ളി വളർത്തിയിട്ടുണ്ടായിരുന്നു. ഏതാ അത് പഴയ പീരങ്കികളെല്ലാം ഇവരെടുത്ത് റെഡിയാക്കി വെച്ചേക്കുന്നത്. അതേ നോക്കി, എൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ഡിസൈൻ നോക്കി, ഡ്രാഗണിൻ്റെ തല പോലെ. വയസ്സ് ഈ കാണുന്നതൊക്കെ പഴയ കാലത്തുള്ളതൊന്നുമല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ നമ്മുടെ ലൈറ്റ് ഷോ നടത്താൻ വേണ്ടിയിട്ട് അതാണ്ടോ ഇതുപോലെ സെറ്റ് ഇട്ടേക്കുന്ന കേട്ടോ. ഈ കാണുന്നതും ഇത് പാലസിൻ്റെ കൊട്ടാരത്തിൻ്റെ മിനിയേച്ചർ രൂപമാണെന്ന് തോന്നുന്നു. ഇതുമെല്ലാം ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്ന കേട്ടോ. അതേ ബാക്കിലൊക്കെ കാണാം. അത് പുതിയതാണെന്ന് തോന്നുന്നു നിർമ്മിതി. ഇവിടെ നോക്കിയ ഫോർട്ടിൻ്റെ മതിലൊക്കെ നോക്കി. അതേ അങ്ങോന്ന് നടന്ന് ഇവിടെ വരെ വന്നു കേട്ടോ. ഇതിൻ്റെ പാതിയൊക്കെ പൊളിഞ്ഞു പോയിട്ട് അവിടെ ആൾക്കാർ വീടും കാര്യങ്ങളും എല്ലാം വെച്ച് താമസമാണ്. ഇതൊന്നും ശരിക്കത്ര വെൽ പ്രിസർവ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലല്ല. അതുപോലെ ദേ ഇവിടുത്തെ ഇതിനടിയിലെല്ലാം വെള്ളോടി കേട്ടോ. വെള്ളോടി സൈറ്റാണ് കാണുന്നത്. ഗുഹ പോലെ അകത്തിരിക്കുന്ന കള്ളുടി കാര്യങ്ങൾ. ദേ പഴയ മതിലൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ പൊളിച്ച് എന്തൊക്കെ വീടോ കാര്യങ്ങളൊക്കെ പണിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ വഴി കൂടെ നടന്നിങ്ങനെ മുമ്പോട്ട് കേട്ടോ. ഇവിടെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഭയങ്കര ഹൈറ്റിൽ ആ കോട്ടമതിലും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു പിടിയില്ല. നമ്മൾ എൻട്രൻസ് എടുത്തിടത്തൊന്നും ഇങ്ങനെ കുറേ നടന്നിങ്ങി വന്നു കേട്ടോ.
ഇതിൻ്റെ പകുതിയും പൊളിഞ്ഞ് നാശമായി പോയിരിക്കുന്ന അവസ്ഥയിലാണ്. കോട്ടയുടെ കോമ്പൗണ്ടിൽ കൂടെ അത്യാവശ്യം നടന്നു കേട്ടോ. ഇത് അടുത്ത ഗേറ്റ്. ഇതെനിക്ക് തോന്നുന്നു മറ്റേ എലഫൻറ്റ് ഗേറ്റ് ആണെന്ന് തോന്നുന്നു. ആനയൊക്കെ കയറിക്കൊണ്ടിരുന്ന ആ ഗേറ്റ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇതൊക്കെ നോക്കി ഇതിനകത്തെല്ലാം ഇത് മറ്റേ പട്ടാളക്കാർക്ക് അതുകൊണ്ടാ കെട്ടിയിട്ടുകൊണ്ടിരുന്ന സ്ഥലം. പിടിക്കുന്ന പട്ടാളക്കാരെ കണ്ട് കെട്ടിയിടുന്ന സ്ഥലം കണ്ട കൈകൂട്ടി. ഇതിനകത്തെല്ലാം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇതിനകത്തെല്ലാം വേസ്റ്റും കാര്യങ്ങളും പ്ലാസ്റ്റിക്കും അതും എല്ലാം ഇട്ട് ഫുള്ള് നാശ കോടാലിയാക്കി ഇട്ടേക്കാണ്. ഇത് നമ്മൾ വെളിയിലിറങ്ങി ഇവിടെ വന്നു. ഇത് നോക്കി ഇതായിരുന്നു കേട്ടോ ആ ഗേറ്റ്. കോട്ടയില്ല, കുറച്ച് ഗേറ്റുകൾ മാത്രമുണ്ട് പൊളിഞ്ഞു. നമുക്കെന്തായാലും ഇവിടുന്ന് നീങ്ങാം. ഇവിടുന്ന് നീങ്ങിയിട്ട് നമുക്ക് സമ്മർ പാലസ് ഉണ്ട് ടിപ്പുണ്ട്. അത് റിസർവ്ഡാ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമ്മർ പാലസ് കാണാം. ഇവിടെ എല്ലാം നാശത്തിൻ്റെ അവസ്ഥയിലാണ് കേട്ടോ. ആൾക്കാരും അങ്ങനെ കാണാനില്ല. ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഒക്കെ അകത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ വീടും കാര്യങ്ങളൊക്കെ പണിഞ്ഞു. എനിക്കൊന്ന് കുറച്ച് നാളെ കഴിഞ്ഞാൽ ഇതും ആൾക്കാർ ഈ കോമ്പൗണ്ടും കൈകാരി മിക്കവരും. ആ പഴയ കോട്ടയുടെ മതി നോക്കി ചെങ്കല്ല് പോലത്തെ കല്ല് വെച്ച് കുത്തി ഇത്രയും ഹൈറ്റിൽ പഴയ കാലത്ത് നിർമ്മിതിയൊക്കെ സംഭവിച്ചു കൊടുക്കുമല്ലേ. നമ്മളിപ്പോൾ കണ്ടത് മൈസൂർ ഗേറ്റ് ആയിരുന്നു കേട്ടോ. മൈസൂർ ഗേറ്റ് 1, മൈസൂർ ഗേറ്റ് 2. അടുത്തത് നമ്മൾ ഗേറ്റ് എന്ന് കയറുന്നത് എലഫൻറ്റ് ഗേറ്റ്. എലഫൻറ്റ് ഗേറ്റ് ഇത് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടോ. നമ്മളിത് ഈ കയറുന്ന കേട്ടോ എലഫൻറ്റ് ഗേറ്റ്. ഈ കാണുന്നതാണ് എലഫൻറ്റ് ഗേറ്റ്. എനിക്കൊന്നിപ്പോൾ ഗേറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അകത്തൊന്നും സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നോക്കി ആനകൾക്ക് പെയിൻ്റൊക്കെ അടിച്ചിട്ടേക്കുന്നത്. ഇതൊന്നും ആനകൾക്ക് കയറാനോ അങ്ങനെ എന്തോ സംഭവം കേട്ടോ. അപ്പം ഇതിനകത്തും മറ്റേ ജയിൽ പോലെ സംഭവങ്ങൾ കാണാം കേട്ടോ. പിടിക്കുന്ന പട്ടാളക്കാരെയൊക്കെ ഇത് കെട്ടിയിടാനുള്ള സംഭവം ഇവിടെയുണ്ടത്. ഫുള്ള് നാശകോടാലി കേട്ടോ. ഫുള്ള് പ്ലാസ്റ്റിക് വേസ്റ്റ് അത് ഇത് എലഫൻറ്റ് ഗേറ്റ് 2, ഇത് 1. ഇതെന്ന് പറയുമ്പോൾ ഇതിനകത്തെല്ലാം പട്ടാളക്കാരെ പിടിച്ചിടാനും അതിന് തോക്ക് ചാരി വെക്കാനൊക്കെയുള്ള സൗകര്യമാണോ എന്നറിയാൻ വയ്യ. ഓക്കെ, ഇതൊരു യമണ്ടൻ ഗേറ്റ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെയും തീരുക. ഇത് നമ്മുടെ കിടങ്ങ്. ഇത്രേ ഉള്ളൂ കേട്ടോ സംഭവങ്ങളൊക്കെ. അതെ നോക്കി, അയ്യോ ഇത്ര ആഴത്തി കിടങ്ങൊക്കെ പണിഞ്ഞ് ഇതിനകത്ത് മുതലൊക്കെ വളർത്തിയിട്ടിരുന്ന് ഇഷ്ടപ്പെടുന്നു കേട്ടോ. ഇത്രേ ഉള്ളൂ, അങ്ങോട്ടിനി ഒന്നുമില്ല. ഈ 2 ഗേറ്റ് ഇങ്ങനെ ഈ ഒരു 4 ഇനി വാട്ടർ ഗേറ്റ് ഉണ്ട് ആ സൈഡ്. അങ്ങനെ ഈ ഒരു 5 ഗേറ്റ് മാത്രം റിസർവ്ഡ് ആണ്. ഈ കാണുന്നതാണ് കേട്ടോ വാട്ടർ ഗേറ്റ് എന്ന് തോന്നുന്നു. ഇവിടെയും 2 ഗേറ്റ് ഉണ്ട്. ഇതിനകത്തൂടെ റോഡ് ഇങ്ങനെ പോവാം. ഈ ഫോർട്ടിന് നടുക്കെല്ലാം എന്താ പറയുക ടൗൺഷിപ്പ് ആയി കേട്ടോ. ജംഗ്ഷന് കാര്യങ്ങൾ, വീടുകൾ, അത് ഇതിപ്പോ ജസ്റ്റ് ഒരു വണ്ടിക്ക് ഇങ്ങനെ ഒരേ സമയം കയറി പോകും. അതുകൊണ്ട് ബ്ലോക്ക് കാര്യങ്ങളാണ്. ഈ ഫോർട്ടിനകത്തൂടെ തന്നെ വഴി. ഇതാന്ന് തോന്നുന്നു വാട്ടർ ഗേറ്റ്. ഇപ്പൊ നമ്മൾ അതിനകത്തോട്ട് എൻ്റർ ആവാൻ പോണേ. ഇവിടെല്ലാം കച്ചവടവും കാര്യങ്ങളും 2 സൈഡില് കയറി. നമ്മളിപ്പോ ഫോർട്ടിന് വെളി ഇറങ്ങി കേട്ടോ. ഇവിടെ വരുമ്പോഴും കുറച്ച് ചുറ്റും ആ കിടങ്ങ കാര്യങ്ങൾ എല്ലാം കാണാം. 2 സൈഡിലും കിടങ്ങ കാര്യങ്ങൾ ഇതുപോലെ കുറച്ച് അവശേഷിപ്പുകൾ. ബാക്കിയെല്ലാം ടൗൺഷിപ്പ് റോഡ് കണ്ടോ ഫുള്ളായി കഴിഞ്ഞോ. നമ്മളങ്ങനെ ടിപ്പുവിന്റെ സമ്മർ പാലസിലോട്ട് എത്തി കേട്ടോ. ഇതിന്റെ പേര് ദാരിയ ദൗലത് ബാഗ് എന്നുണ്ടോ. ഇവിടെ സമ്മർ പാലസും ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതിന്റെ എൻട്രൻസിലോട്ട് എത്തി. വേണ്ട വേണ്ട ഹോഴ്സ് റൈഡ് വേണ്ട. അങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് എത്തി കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് അതൊന്ന് കാണാം. അങ്ങനെ നമ്മൾ ടിപ്പുവിന്റെ സമ്മർ പാലസിനകത്തോട്ട് എൻ്റർ ആയി കേട്ടോ. ഇവിടെ ആയിരുന്നു എൻട്രിയും കാര്യങ്ങളൊക്കെ. ഇതിന് ടിക്കറ്റ്സ് ഇച്ചിരി ചടങ്ങാട്ടോ എടുക്കുക. എന്ന് വെച്ചാൽ ഓൺലൈനിലാണ് എടുക്കുന്നത്. അതവിടെ സ്പോട്ടിൽ നിന്ന് QR കോഡ് സ്കാൻ ചെയ്ത് അങ്ങനെ ഇങ്ങനെ പിന്നെ ID അത് ഇതൊക്കെ അടിച്ചു കൊടുത്ത് അങ്ങനെക്കെട്ട പരിപാടി കേട്ടോ. ഇവിടെ നമ്മൾ നമ്മുടെ ഫോർട്ടിൽ സെറ്റ് ഇട്ടിരുന്ന പോലത്തെ സാധനം ആ ഒരു സ്തൂപം പോലത്തെ വലിയ ഗാർഡനാട്ടോ. വിശാലമായ ഗാർഡനാണ്. ലോൺ ഏരിയ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുവാണ്. ഇവിടെ പ്രോപ്പറായിട്ട് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് തന്നെ കേട്ടോ. നമുക്കിതിൻ്റെ മാപ്പ് ഒന്ന് നോക്കാം. ബസ് സ്റ്റാൻഡ്, ഗഞ്ചം. ഇവിടെ ഈ ടിപ്പുവിൻ്റെ തന്നെ അതിൻ്റെ ഏകദേശം 9ഓളം സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാം മാപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും സമ്മർ പാലസ് ആൻഡ് മ്യൂസിയം കയറി കാണാം. ഇവിടെ ഇങ്ങനെ പറഞ്ഞ പീരങ്കിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പഴയ പീരങ്കിയൊക്കെ ഇരിക്കുന്ന നോക്കി. ഇതെന്താണ്, ഇത് മെറ്റലാണോ അയണാന്ന് തോന്നുന്നു കേട്ടോ. അതോ സിമെൻ്റ് ആണോ, ഇരുമ്പാട്ടോ. ഉരുക്ക് സാധനമാണ്. നോക്കി
39/3/16 1800 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്തോ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ബറ്റൂൺ 500 എന്തൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിനകത്ത് പകുതിയും മാഞ്ഞു പോയിട്ടുണ്ട്. ദേ അവിടെ പീരെങ്കിലും ഉണ്ടായിരിക്കുന്നുണ്ടോ. ക്യാനൺ ബോൾസ് ഇത് പീരെങ്കിലും ഉണ്ടാന്നാണോടാ. പക്ഷെ ഈ ചെറിയ പീരങ്കിക്കകത്ത് അങ്ങനെ ഇത്രയും വലിയ ഉണ്ടായിട്ടിടുന്നു. നമുക്കെന്തായാലും പാലസിനകത്തോട്ട് നമ്മൾ എൻ്റർ ആവണേ. നമ്മളങ്ങനെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലെത്തിയുണ്ടോ. ബ്രിട്ടീഷ് കൊമറേറ്റീവ് മെഡൽ, ബ്രിട്ടീഷുകാരുടെ മെഡല് കാര്യങ്ങൾ. ഈ ഒരു കൊട്ടാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഭിത്തികളെല്ലാം ഇങ്ങനെ ബ്യൂട്ടിഫുള്ളി പെയിൻറ്റഡ് ആണ് കേട്ടോ. ഇന്നത്തെ അന്നത്തെ കാലത്ത് വരച്ചിരിക്കുന്ന പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. ചിത്രപ്പണിയെല്ലാം ഭയങ്കര കളർഫുള്ളായിട്ട്. ഇത് മ്യൂസിയം കൂടെ കേട്ടോ. നോക്കി വർക്കെല്ലാം നോക്കി. ഇവിടെ ഇങ്ങനെ ഓരോ പെയിൻറ്റിങ്സിലൂടെ അതിൻ്റെ ഈ ഒരു ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ചരിത്രവും കാര്യങ്ങളെല്ലാം കാണാം കേട്ടോ. ഇത് ഫോൾ ഓഫ് ശ്രീരംഗപട്ടണം 4th May 1799 1799 പെയിൻറ്റിങ്സ് ആട്ടോ കാണുന്നത് ശ്രീരംഗപട്ടണത്തിന് ഫോൾ. അതുപോലെ തന്നെ ഇത് ടിപ്പു സുൽത്താൻ്റെ 2 ആൺമക്കൾ, ഇവരെ 2 പേരും കോൺവാലിസ് ബ്രിട്ടീഷുകാർ ഹോസ്റ്റേജ് അഭയാർത്ഥികളായിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ പെയിൻറ്റിങ് കേട്ടോ. അടിപൊളി ജീവൻ തുളുമ്പുന്ന പെയിൻറ്റിങ്ങുകളാണ്. ഈ കാണുന്ന ടിപ്പുവിൻ്റെ കാലത്തെ ഫർണിച്ചറുകളാണ് കേട്ടോ. ദേ അങ്ങോട്ട് ഈ കാണുന്നതെല്ലാം ഈ കാണുന്ന ടിപ്പു യൂസ് ചെയ്തിരുന്ന ഗണ്ണും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഇത് അവരുടെ ആയുധങ്ങൾ, സ്വാഡ്സ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഹിൽറ്റ് സ്വാഡ്, പലതരം വാളുകൾ, ടിപ്പു ധരിച്ചിരുന്ന ഡ്രസ്സാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഈ ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ പ്രിസർവ് ചെയ്തേക്കുണ്ടോ. സെയിം ഡ്രസ് ഓഫ് ടിപ്പു സുൽത്താൻ. നോക്കി ഞങ്ങളങ്ങനെ സമ്മർ പാലസ് കണ്ട് ഇറങ്ങി കേട്ടോ. ഇതാട്ടോ പാലസ്. ആ പെയിൻറ്റിങ്സ് ഒക്കെ വെയിലൊക്കെ കൊണ്ട് പനലായി പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഗ്രീൻ ഷീറ്റൊക്കെ ഇട്ട് മറച്ച് വെച്ചേക്കുക കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഈ ലോണും ഗാർഡനും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കി. പുരിവീലാണ് കേട്ടോ. പുരിവീൽ എന്ന് പറഞ്ഞാൽ പണ്ടാര വീല്. എല്ലാം വെള്ളമൊഴിച്ച് എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ട് നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളെന്ത് പറയുന്നത്, ആ ഒരു ബ്രിട്ടീഷ് വീഡിയോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് ഒത്തിരി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളൊന്ന് കണ്ട് പഴയ കാലത്തേക്ക് എന്താ പറയുന്നത് ആ ഒരു ഹിസ്റ്റോറിക്കൽ പീരീഡിലേക്ക് ഒന്ന് പോയി സഞ്ചരിച്ച് തിരിച്ചു വന്നതാണ്. ഇനി വാട്ടർ ജയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ രാവിലെ പോയ ഫോണിനടുത്ത് തന്നെയാണ്. ഇത് ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ ഉണ്ട്. നമ്മളങ്ങനെ സമ്മർ പാലസിൽ നിന്ന് ഇറങ്ങി മുമ്പിലോട്ട് വന്ന് ജാമിയ മസ്ജിദും കയറി കണ്ടിട്ട് ശ്രീരംഗപട്ടണം വാട്ടർ ജയിൽ കാണാൻ വേണ്ടി നേരെ പോകുന്ന വഴിക്ക് ഇത് കണ്ടോ. ഇതാണ് കേട്ടോ ടിപ്പുവിൻ്റെ ടോംബ്. അതായത് ടിപ്പുവിൻ്റെ ബോഡി കണ്ടെത്തിയത് ഇവിടെ കേട്ടോ. ഇത് എഴുതിയൊക്കെ നോക്കി, ടിപ്പൂസ് ഡെത്ത് പ്ലേസ്. ആ ഒരു മരിച്ച രീതിയിൽ ടിപ്പു സുൽത്താനെ കണ്ടെത്തിയ സ്ഥലം ഇതാ കേട്ടോ. ഇതാ ഇവിടെയാണ് കേട്ടോ കേസ് ടിപ്പു സുൽത്താൻ്റെ ബോഡി കണ്ടെത്തിയത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 4ാമത്തെ മൈസൂർ വാറിൽ വാട്ടർ ഗേറ്റിൻ്റെ അവിടുന്ന് ബ്രിട്ടീഷേഴ്സ് കയറിയ സമയത്ത് ടിപ്പു അങ്ങനെ ഫുൾ സെറ്റായി. ലാസ്റ്റ് യുദ്ധത്തിന് പുള്ളി പോയപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, തോക്കൊന്ന് പുള്ളിക്ക് മനസ്സിലായിട്ട് പുള്ളി ഒരുങ്ങി സർവാഭരണ വിഭൂഷിതനായിട്ടാണ് യുദ്ധത്തിന് പോയെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ വെച്ചൊരു ബ്രിട്ടീഷുകാരൻ്റെ വെടിയായിട്ട് ടിപ്പു വീണു. അതും ബോഡി റിക്കവർ ചെയ്തെടുക്കാൻ കണ്ടെത്താൻ പാടായിരുന്നു കേട്ടോ. അത്രയും പട്ടാളക്കാരുടെ അടിയിലായിരുന്നു പുള്ളിയുടെ ബോഡി ആയിരുന്നത്. അങ്ങനെ കണ്ടെത്തിയ സ്ഥലത്ത് കേണൽ വെല്ലസ്ലി, ബ്രിട്ടീഷ് കേണൽ, പുള്ളി ഒരു കല്ല് നാട്ടിയായിരുന്നു. അങ്ങനെ കേട്ടോ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. അങ്ങനെ ടിപ്പുവിൻ്റെ ഡെത്ത് പ്ലേസും കണ്ടു. ഇവിടെ നിന്നാണ് ബോഡി റിക്കവർ ചെയ്ത സ്ഥലം. അങ്ങനെ അതും കണ്ടു. നമുക്കിനി വാട്ടർ ജയിൽ കാണാൻ വേണ്ടി പോവാം. ഈ കാണുന്നതാണ് ടിപ്പുവിൻ്റെ ഫോർട്ടിൻ്റെ 5ാമത്തെ ഗേറ്റ്, വാട്ടർ ഗേറ്റ്. ഇതെല്ലാം നശിച്ചു പോയി കേട്ടോ. ഇത് നേരത്തെ ഇതെല്ലാം ഈ ഒരൊറ്റ കോമ്പൗണ്ടിനകത്തായിരുന്നു, ഒരൊറ്റ എന്താ പറയുന്നത് ഭിത്തികൾ നടക്കായിരുന്നു ഈ കോട്ടത്. ഇപ്പൊ ഈ റോഡും കാര്യങ്ങളും ഇങ്ങനെ വീടുകളും ഇതെല്ലാം നിൽക്കുന്ന ഇതിനകത്ത് നടക്കാം കേട്ടോ. ഈ കാണുന്ന ഈ ഒരു ടൗൺഷിപ്പ് കാര്യങ്ങളെല്ലാം ഇത് നേരത്തെ ഈ ഒറ്റ കോട്ടയ്ക്കുള്ളിലായിരുന്നു കേട്ടോ. ഇതിന് ചുറ്റും വലിയ മതിലും അതിനു ചുറ്റും കിടങ്ങും, അതിനകത്ത് നമ്മുടെ കാവേരിയിൽ നിന്ന് വെള്ളം അകത്ത് കയറ്റി മുതലേ വളർത്തി കിടങ്ങുകളും കാര്യങ്ങളും ഇതെല്ലാം ഒറ്റ കോമ്പൗണ്ടിൽ കിടന്നതാണ്. പക്ഷെ ഇതിനകത്തൂടെ ഇപ്പം ടൗൺഷിപ്പ് കാര്യങ്ങൾ അങ്ങനെ മുമ്പോട്ട് ഫുള്ള് റോഡ്, വീടുകൾ, കടകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളായി കേട്ടോ. നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് കേട്ടോ രംഗനാഥസ്വാമി ടെമ്പിൾ. ഓക്കെ, ആ കാണുന്നതാണ് രംഗനാഥസ്വാമി ടെമ്പിൾ. ഗൈസ് നമ്മളങ്ങനെ വാട്ടർ ജയിലിന്റെ മുമ്പിൽ എത്തി കേട്ടോ. ഇതിന് പേര് കൊടുത്തേക്കുന്നത് കേണൽ ബെയ്ലീസ് ഡഞ്ചൻ എന്നാണ് കേട്ടോ. അതിനൊരു കാരണം എന്ന് പറയുന്നത് 1789 കേണൽ ബെയ്ലി സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാറിൽ ടിപ്പുവിൻ്റെ കൈപ്പെട്ടിട്ട് പുള്ളിയെ കൊണ്ടുവന്നിട്ട് കുറേ മാസം ഇതിനകത്തിട്ട് നരയിപ്പിച്ച് നാശമാക്കി പുള്ളി ഇതിനകത്ത് കിടന്ന് മരിച്ചു കേട്ടോ. അങ്ങനെ അതിന് ശേഷമാണ്
ഇതിന് അതിൻ്റെ ആ ഒരു ഓർമ്മയ്ക്കാണ് ഇതിന് അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്, കേണൽ ബെയിലീസ് ഡഞ്ചൻ എന്ന് പറഞ്ഞിട്ട്. കേസ് ഇങ്ങനെ ഇതാണ് കേട്ടോ വാട്ടർ ജയിലിലോട്ട് ഇറങ്ങിപ്പോകുന്ന സ്റ്റെപ്സ്. ഇതേണ്ട ഈ കാണുന്നതാണ് വാട്ടർ ജയിൽ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ടിപ്പുവിൻ്റെ കാലത്ത് യുദ്ധത്തിനിടയ്ക്ക് പിടിക്കുന്ന ബ്രിട്ടീഷുകാരെ എല്ലാം കൊണ്ടുവന്നിട്ട് എന്താ പറയുക തടവിലാക്കിയിരുന്ന സ്ഥലം കേട്ടോ. ഇതിൻ്റെ ഒരു എൻട്രൻസ് നോക്കി കഷ്ടി ഇത് നോക്കി ഇങ്ങനെ വിശാലമായിട്ട് കിടക്കും സംഭവം. ഇത് കണ്ടോ ഈ ഇതിൽ ചുറ്റും എന്താ നീ നടുക്കോട്ട് നിന്നേ, നടുക്ക് നിന്നേ, നടുക്ക് നിൽക്കടാ അങ്ങനല്ല, അങ്ങനെ നിൽക്കി ഇനി കൈ വിടുക. ഇതുണ്ട് ഇതുപോലെ ഇങ്ങനെ കൈ കെട്ടിയിട്ട് നിർത്തിയേക്കും, ഉറങ്ങാനും സമ്മതിക്കത്തില്ല, ഫുൾ ഇരുത്തമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കെട്ടിയ ആളെ ഇങ്ങനെ ഇട്ടേക്കും, എന്നിട്ട് കഴുത്തറ്റം വെള്ളത്തിൽ മുക്കി ഈ ഒരു നെൽപ്പിടം നിർത്തും കേട്ടോ. ഇതിനകത്തോട്ട് ബാക്കിൽ കാവേരി നദിയിൽ നിന്ന് വെള്ളം അകത്തോട്ട് കയറ്റാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ. അത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് വെള്ളം കയറും. അങ്ങനെ വെള്ളം കയറുമ്പോഴത്തേക്ക് കഴുത്തറ്റം വെള്ളത്തിൽ മുക്കി ഈ ഒരു നെൽപ്പ് നിർത്തും ബ്രിട്ടീഷ് പട്ടാളക്കാരെ. നോക്കി നരകിച്ച് ഇവിടെ കിടന്നുള്ള ആൾക്കാരെല്ലാം മരിച്ചിട്ടുള്ളത് കേട്ടോ, പ്രിസണേഴ്സ്. അങ്ങനെ സെക്കൻഡ് മൈസൂർ ആംഗ്ലോ വാറിൽ ടിപ്പുവിന് കിട്ടിയ കെട്ടിയിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. 6 മാസമൊക്കെ ഈ ഡെയിലി ഇരിക്കുന്ന 6 മാസത്തോളം വന്നുകൊണ്ട് ഒറ്റ നിൽപ്പിങ്ങനെ നിന്ന് അവസാനം ഇതിനകത്ത് കിടന്ന് മരിക്കുമായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതുവഴിയാണ് കേട്ടോ ഈ വെള്ളം അകത്തോട്ട് കയറ്റുന്ന സെറ്റപ്പ്. ഒരുപാട് ഡിസൈനായിരുന്നു കേട്ടോ. അത് ഇതുവഴിയാണ് കേട്ടോ ഇതിനകത്തോട്ട് വെള്ളം ഇങ്ങനെ കയറ്റുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു 2 ഹോളും ഈ ഒരു പീരങ്കിയും ഇതിപ്പോൾ ഒരു മിസ്റ്ററിയാണ് കേട്ടോ. ഇതിനെപ്പറ്റി ബേസ് ചെയ്ത് ഒരുപാട് കഥകളുണ്ട്. എങ്കിലും കുറച്ചാലും വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നത് ലാസ്റ്റ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ സാധനം കണ്ടോ, ഇതിന് 8000 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ. 8000 കിലോ വെയിറ്റ് ഉണ്ടെന്ന് പറയുന്നത്. ഉരുക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി ഉരുക്ക്, നമ്മളെ കൊണ്ടൊന്ന് തെള്ളിയാലൊന്നും അനക്കാൻ പോലും പറ്റാത്ത സാധനമല്ല കേട്ടോ ഇത്. ഇത് സെറ്റ് ചെയ്തേക്കുന്ന വീണ് കഴിഞ്ഞിട്ട് പിന്നിപ്പം ഉരുണ്ടുപോകാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് തേച്ച് വെച്ചേക്കുന്ന. അങ്ങനെ ഇത് ലാസ്റ്റ് ബ്രിട്ടീഷായിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ഷൂട്ട് ചെയ്ത സമയത്ത് ഇതിൻ്റെ റീകോയിൽ കാരണം ഇത് പൊളിഞ്ഞടി വന്നെന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ചുണ്ണാമ്പ് വെച്ചൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന നിർമ്മിതിയല്ലേ. അങ്ങനെ ഇതിൻ്റെ റീകോയിൽ കാരണം ഇത് പൊളിഞ്ഞു വന്നെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുണ്ടോ 2 ഹോള് പോലാണ് കാണുന്നത്. ഈ ഒരു വലിയ ഹോളും അവിടെ വേറൊരു ഹോളും. ഇത് ഇരുത്ത സാധനം കേട്ടോ. അതേ നോക്കി 8000 കിലോ വെയിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാലും ഇവിടെയൊക്കെ കിടന്ന് മരിച്ച പട്ടാളക്കാരുടെയൊക്കെ അവസ്ഥ, ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ അവസ്ഥ നോക്കി. ഇങ്ങനെ കെട്ടിയിട്ടിട്ട് കഴുത്തറ്റം വെള്ളം കയറ്റും. ദിവസത്തിൽ 1 നേരം മാത്രം ഭക്ഷണം കൊടുക്കും. ഇവർ മരിച്ചു പോവാതിരിക്കാൻ വേണ്ടി, ജീവൻ നിലനിൽക്കാൻ വേണ്ടി ദിവസത്തിൽ 1 നേരം ഭക്ഷണം കൊടുത്തിട്ട് ഈ നിൽപ്പം നിർത്തും വരെ 6 മാസത്തോളം. അങ്ങനെ ഇവർ കിടന്ന് ശാരീരികമായിട്ട് അങ്ങനെ ഈ 6 മാസമുള്ള ഈ ഒരേ നിൽപ്പ് നിന്ന് ഇവർ ഈ വെള്ളം കയറ്റുന്ന സമയത്ത് പേടിച്ചിട്ട് ബ്രിട്ടീഷുകാരുടെ യുദ്ധരഹസ്യങ്ങളൊക്കെ പറയാം കേട്ടോ. അതിനൊക്കെയുള്ള പരിപാടി അതൊക്കെ. അങ്ങനെ എന്തായാലും ശാരീരികമായിട്ടും മാനസികമായിട്ടും നരകിച്ച് ഇവർ മരിച്ചു. കൂടുതലും ബ്രിട്ടീഷേഴ്സിൻ്റെ വലിയ ഓഫീസേഴ്സിനെയാണ് കേട്ടോ. ഇത് ഒരേ സമയം ഏകദേശം 24 പേർക്ക് നിൽക്കാനുള്ള സെറ്റപ്പാട്ടോ ഇവിടെ ചെയ്തേക്കുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ വലിയ ഓഫീസേഴ്സിനായിരുന്നു ഇവിടെ തടവിൽ പാർപ്പിച്ചിരുന്നത്. ഇല്ലാത്ത സംഭവം തന്നെ. ഇതിനകത്ത് മരിച്ചത് നരകം മരണം തന്നെ. പിന്നെ നമ്മൾ ഈ ഇടുങ്ങിയ വാട്ടർ ജയിലിനകത്തൊന്ന് മേപ്പോട്ട് കയറും കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കുളം പോലെ കേട്ടോ മണിഞ്ഞേക്കുന്നത്. നടുക്ക് ഇതാ ആ ഒരു ഹൈറ്റിലൊക്കെ സൈഡ് ഭിത്തി പോയിട്ട് ഈ ഒരു സാധനം മാത്രം ഇങ്ങനെ കുളം പോലെ താഴത്തേക്ക് പണിഞ്ഞേക്കും കേട്ടോ. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ആ നദിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം, അപ്പുറത്തെ കാവേരി, അവിടുന്ന് വെള്ളം ഇങ്ങനെ അകത്തോട്ട് ഇതേ ആ മേളത്തെ ഹോള് കണ്ടോ പീരങ്കിയുടെ. അപ്പം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഈ താഴ്ന്ന ഒരു ഷേപ്പിൽ ഇത് പണിഞ്ഞേക്കുന്നത്. അങ്ങനെ ഇത് വാട്ടർ ജയിൽ. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് കേട്ടോ കാവേരി നദി പോണു കണ്ടോ. അവിടുന്ന് കേട്ടോ വെള്ളം ഇതിനകത്തോട്ട് ഇവരിങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ വാട്ടർ ജയിലെല്ലാം അങ്ങോട്ട് ശ്രീരംഗപട്ടണത്തിന് വെളി വന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. വെയിലടിച്ച് പണ്ടാറോടങ്ങി പോയി. വെള്ളം കുടിക്കാത്തതിൻ്റെ ഇതും ഇപ്പോൾ വീണ്ടും വെയിൽ കൊണ്ടപ്പോഴത്തേക്ക് ഒന്നുകൂടെ ഡീഹൈഡ്രേഷൻ കിട്ടി കലത്തു. അങ്ങനെ ഞങ്ങളൊരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കൈവിൽ വണ്ടി ഒതുക്കിയിട്ട് ഈ കടയിലോട്ട് വന്നതാണ്. അന്നേരം ഈ കടയുടെ ബാക്കിൽ ഇതുണ്ട് കരിമ്പ് കൃഷി. നമ്മൾ ഈ റോഡിൽ എപ്പോൾ നോക്കുമ്പോഴും കാളവണ്ടിക്കകത്തും എല്ലാം നിറച്ചിങ്ങനെ കരിമ്പ് കൊണ്ടുപോകുന്നതാണ് കേട്ടോ.
എന്നിട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് ട്രാക്ടറും കാര്യങ്ങളും എല്ലാം വന്ന് കരിമ്പ് ഇവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ടുവന്നാണ്. അപ്പോഴാണത് കണ്ടത്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ അങ്ങോട്ടും കരിമ്പുരുഷി കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ഒരു വെട്ടിക്കടയിൽ നിന്ന് സോഡാ നാരങ്ങ പറഞ്ഞിട്ടുണ്ട്, അത് കുടിക്കട്ടെ. അത് നമ്മുടെ പഴയ വട്ട സോഡ കേട്ടോ. ഓക്കെ, എന്തോ പറഞ്ഞെന്തോ പുള്ളി. സോഡ കുപ്പി ഉണ്ടോ? നമ്മുടെ പഴയ വട്ട സോഡ കേട്ടോ അത്. ഓക്കെ, നമ്മുടെ ഇവിടെ കൂട്ട് സ്റ്റീൽ ഗ്ലാസ്സിലൊന്നും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഇതേപോലെ ಮಸಾಲ ಮಸಾಲೆ ಆಹಾ ನಿಂಬು ಇಂಬಿ ಹಾಕಿದ್ದೀನಿ. ಇಂಬಿ 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 ಇಂಬೆಣ್ಣು ಚೆನ್ನಾಗಿದೆ ನೋಡಿ. ಹೇಗಪ್ಪ അങ്ങനെ ഉണ്ടെന്ന്. ഓ ഞാൻ കുടിച്ചു കൊടുത്തിട്ട്. ಮಸಾಲ ಚಾಟ್ ಮಸಾಲ ಇಲ್ಲ, ನಾವು ರೆಡಿಮೇಡ್ ತರಿಕಿಲ್ಲ, ಮತ್ತೆ ನಾವೇ ಮಾಡೋದು. ചാട്ട് മസാല ഇത് വേറൊരു ഫ്ലേവർ ആട്ടോ. നമ്മുടെ ಯಾರ್ಯಾಕೆಲ್ಲ ಹಿಂಗೆ ಕೊಡ್ತಾರ ನಿಮಗೆ? ಅಲ್ಲಿ ಲೋಕಲ್ ಮೆಡಿಕಲ್ ಇರ್ತಾರಲ್ಲ, ಈ ಥರ ಮಸಾಲೆ ತಂದು ಹಾಕಿ ಮಾಡಿದ್ರು. ഗൈസ്, നമ്മുടെ നാരങ്ങവെള്ളത്തിന്റെ ആ ഒരു രുചിയല്ല കേട്ടോ. നാരങ്ങ ഒഴിച്ചിട്ടുണ്ട്. ಸ್ವಂತ ಮನೆಯಲ್ಲೇ ಆಡಿಸ್ಕೊ ಬರೋದು ನಾವು. ഓഹോ, ಇದಕ್ಕುള്ള എന്താ ഉള്ള? ಮೆಣಸು, ಜೀರಿಗೆ, ಜೀರಿಗೆ, ಇಂಗು ಚಂದಾಗ ನುಣ್ಣಗೆ ಆಡಿಸ್ಬೇಕು. ಅದು ಹಾಕ್ಬಿಟ್ಟಿದೆ ಇಂಬೆಹಣ್ಣು ಹಾಕೋದು. ಅದ್ರೊಳಗೆ ಕ್ಲಾಸ್ ಆಗಿರ್ತದೆ. ಅದು ರೆಡಿಮೇಡು ಚೆನ್ನಾಗಿರಿಕಿಲ್ಲ, ಕತ್ಕತ್ರ ಹೊಡೆದಂಗೆ ಹೊಡಿತದೆ. ಓಹೋ, ಕುಡಿದ್ರೆ ಬಾಯಿಗೆಲ್ಲ ಇದಾಯ್ತದೆ. ತಂಗಿಲ್ಲ പുള്ളി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് ഇതിനകത്തിട്ടേക്കുന്നത്. പക്ഷെ എന്താ ഞാൻ കൂടി കഴിക്കുന്നില്ലേ? അതെ, സൂപ്പറല്ല, സ്ട്രോങ് ഫ്ലേവർ അല്ലേ. ഒറ്റയടിക്ക് ഒറ്റ ഇറക്കി കുടിക്കാൻ പറ്റത്തില്ല കേട്ടോ. നല്ല സ്ട്രോങ് ഫ്ലേവർ ആട്ടോ. ആ മസാലയുടെ അത് ജീരകവും വേറെന്താ, ജീരകം മാത്രം എനിക്ക് മനസ്സിലായി. അതുപോലെ പിന്നെ എന്തൊക്കെയോ ഇതുപോലെ സംഭവം കേട്ടിട്ട് നമ്മുടെ പാനിപൂരിയുടെ രസം വരുന്ന പോലെ ആ മസാല ചാട്ട് മസാല ഞാൻ തോന്നുന്നത്. അത് ഈ നാരങ്ങ അതൊരു പിഴിഞ്ഞ് ഒഴിക്കും, മധുരം നിർത്തില്ല കേട്ടോ. ആ മസാല, നാരങ്ങ, സോഡ ഒറ്റ കുടിക്ക് പറ്റത്തില്ല. പക്ഷെ സാധനം കൊള്ളാം, ഒന്ന് റിഫ്രഷ് ആവും, അടിപൊളി കേട്ടോ. ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. 2 ലിറ്ററിൻ്റെ ഒരു വെള്ളം വാങ്ങി. നമുക്കിനി പയ്യെ മുമ്പോട്ട് നീങ്ങാം. പണ്ടാറ് തുടങ്ങിപ്പോൾ കേട്ടോ. ഈ ഒരു 3-4 ദിവസം ഇവിടെ കിടന്ന് ഇവിടുത്തെ ഒരു ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പാടും വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും വെള്ളം നമ്മളെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഡീഹൈഡ്രേഷൻ പിടിച്ചത്. ഇപ്പം മിനറൽ വാട്ടറിനും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ? അത് ചൂടിൻ്റെ ആയിരിക്കും. ഒരു വണ്ടിക്കകത്ത് ചൂടുമെല്ലാം കൂടെ അടിച്ചിട്ടങ്ങ് പുറത്ത് ഭയങ്കര ചൂട്, വണ്ടിയിലെ ചൂട് കണ്ടിട്ട് ഒരു വാട്ടർ വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ടാവും മിനറൽ വാട്ടർ. അങ്ങനെ വെള്ളം കൂടി കുറവായതുകൊണ്ട് ഡീഹൈഡ്രേഷൻ നല്ലോണം അടിച്ച് തീരെ കഴിയുക. വണ്ടി എവിടെയെങ്കിലും ഇതൊക്കെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അടുത്ത കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അതെന്തോ നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്താ പച്ചക്കറി ഇതെഷ്ടു? ആ, 1 കിലോ 30. 1 കിലോ വേണോ? ഓക്കെ ചേച്ചി, 1 കിലോ 30. നമ്മളിത് മാർക്കറ്റിൽ വന്നു കേട്ടോ. ശ്രീരംഗപട്ടണം ഫോർട്ട് ഇതേ അവിടെയാണ്. അതിനിവിടെ മാർക്കറ്റിൽ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പച്ചക്കറി മേടിക്കാമെന്ന് വിചാരിച്ചു വന്നതാണേ. മുളക് വേണോടാ? നമുക്ക് കുറച്ച് മുളകും മേടിക്കണം. വൈകിട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി വെണ്ടയ്ക്ക വാങ്ങിച്ചു കേട്ടോ. നമ്മളങ്ങനെ വെണ്ടയ്ക്ക മേടിച്ചു. കറി ഉണ്ടാക്കാൻ വേണ്ടി മുട്ട മേടിച്ചു. ഇനി നമുക്ക് കൊട്ടാമ്പരി, നമ്മുടെ മല്ലിയില കേട്ടോ. ഇവിടെ കൊട്ടാമ്പരി എന്ന് പറയുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നോക്കി സെറ്റ് ചെയ്ത് കേട്ടോ എല്ലാം ചോദിക്കുന്നത്. അത് ഈ ലൈനിൽ തന്നെ കിട്ടും എന്ന് പറഞ്ഞു. ഇനി മുമ്പോട്ട് എവിടെയെങ്കിലും പോയി അതുകൂടെ തപ്പിയെടുക്കണം. നമ്മളങ്ങനെ മല്ലിയില തപ്പി മാർക്കറ്റിനകത്തൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. പക്ഷേ മല്ലിയില എങ്ങും കാണുന്നില്ല. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയേ. നല്ല മഴ വരുന്നുണ്ട്. ആ അതെ, ഇവിടെ ചോദിച്ചു നോക്കാം. നല്ല മഴക്കോളും ഉണ്ട് കേട്ടോ. എന്നാ കൊട്ടാമ്പരി ഇല്ല. നമ്മളങ്ങനെ വീണ്ടും ശ്രീരംഗപട്ടണം ഫോർട്ടിനുള്ളിലോട്ട് കയറി കേട്ടോ. നമുക്ക് കൊട്ടാമ്പരി തപ്പിയുള്ള യാത്രയിലാണ് നമ്മൾ. അതായത് നമ്മുടെ മല്ലിയില അതെ ഇവിടെ ഉണ്ട്. ഇവിടെ ചോദിച്ചു നോക്കാം അമ്മച്ചി എടുത്ത്. ഇവിടെ എല്ലാം തോന്നുന്നു കൊട്ടാമ്പരി ഇരിക്ക.
അങ്ങനെ നമുക്ക് കൊട്ടാമ്പരി കേട്ടോ. നിപ്പിന് ക്ലൈമറ്റ് മാറി കേട്ടോ. അതെ കിട്ടിലും മഴയായിട്ടുണ്ട്. 10 rupees, 10 രൂപ. ഗൂഗിൾ പേ എടുക്കാമോ? ഗൂഗിൾ പേ, ഫോൺ പേ? ആ ഓക്കെ ഓക്കെ. ഇതിൻ്റെ ഫണ്ട് ഞാൻ കൊടുക്കട്ടെ. ഏകദേശം നമുക്ക് 10 രൂപ കിട്ടിയ മല്ലിയില ഉണ്ടോ? ഇത്രയും ഉണ്ട് കേട്ടോ സാധനം. വേസ്റ്റാന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. ഇത് വേസ്റ്റ് ആവും ഉറപ്പാ. അത്രയും ഉണ്ടല്ലോ. എന്നാലും കുഴപ്പമില്ല, അവർക്കുള്ളതാവട്ടെ. ആ മഴ ചാറി തുടങ്ങി കേട്ടോ. ഇവിടെ സവാള ഉണ്ടോ നോക്കുവാണേ. നമ്മുടെ കയ്യിലിരിക്കുന്ന പച്ചക്കറികൾ തീർന്നു തോന്നുന്നു. നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ലാസ്റ്റ് പച്ചക്കറി സാധനമല്ല മേടിച്ചേട്ടാ. ഇത് നോക്കി, ഇതൊക്കെ എന്തോ സാധനം. നല്ല മഴയായി കേട്ടോ. ഉണ്ടോടാ? മഴ ഉറച്ചുണ്ട്. നമുക്കെന്തായാലും കൊട്ടാമ്പരി കിട്ടി. ഇനി ദൊഡ്ഡാവുനി നമുക്കങ്ങനെ കൊട്ടാമ്പരി കിട്ടി. ബാക്കി നമ്മൾ മേടിച്ച പച്ചക്കറി, മുട്ട, അത് ഇതെല്ലാം ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ദൊഡ്ഡാവുനി വാങ്ങിക്കണം. ദൊഡ്ഡാവുനി എന്ന് വെച്ചാൽ സവാള. ഇനി സവാള വാങ്ങാൻ വേണ്ടിയുള്ള യാത്രയിലാണ് കേട്ടോ. പക്ഷേ പക്ഷേ മഴ കാരണം കച്ചവടക്കാരെല്ലാം വാരി കെട്ടി പോവാ കേട്ടോ. ഇതിനിടയ്ക്ക് നമുക്ക് എന്തായാലും ദൊഡ്ഡാവുനി ഇവിടെ ഒരു വലിയ കട ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വേറെ എന്തെങ്കിലും വേണോ? നമ്മളങ്ങനെ സവാള മേടിക്കും കേട്ടോ. സവാള 1 കിലോ പറഞ്ഞിട്ടുണ്ട്. 1 കിലോ സവാള എടുക്കുന്നു. വേറെ എന്തെങ്കിലും വേണോടാ? ഒന്നും വേണ്ട. ഓക്കെ. അങ്ങനെ കേസ് ദൊഡ്ഡാവുനിയും മേടിച്ച് നമ്മൾ മുമ്പോട്ട് വന്നു. ഇപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളായിട്ടുണ്ട്. മുട്ട, മല്ലിയില, പച്ചമുളക്, വെണ്ടയ്ക്ക, സവാള. കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് മഴ ചതിച്ചു കേട്ടോ. ഇത്രയും ദിവസവും ഇത്രയും നേരവും പണ്ടാര വെയിലായിരുന്നെങ്കിൽ ഇപ്പോഴും മഴ ചതിച്ചു. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം എവിടെയെങ്കിലും ഒതുക്കി റെസ്റ്റ് എടുത്തിട്ട് നൈറ്റായിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. മഴയെല്ലാം ഒതുങ്ങിയിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് പാനിപ്പൂരി വയ്ക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് പാനിപ്പൂരി. അണ്ണാ 1 പ്ലേറ്റ് പാനിപ്പൂരി വാങ്ങാം കേട്ടോ. ഈ സാധനം ഉണ്ടാക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. നോക്കി, ഈ ബോൾസ് എടുക്കും, ഇങ്ങനെ പൊടിച്ച് കണ്ടോ, അതിങ്ങനെ പൊടിച്ച് അതിനകത്ത് ബാക്കി ഫില്ലിങ്സും കാര്യങ്ങളും എല്ലാം റെഡി ആക്കിയിട്ടോ ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ആ ഒരു രസമുണ്ട്, കുടിക്കുന്ന സാധനം ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇതാ നമ്മുടെ സാധനം കിട്ടി കേട്ടോ. ഇത് പക്ഷെ നമ്മൾ ഇന്നലെ കഴിച്ച അതിൻ്റെ അത്രയും എരിപ്പില്ല ആ ഒരു രസത്തിന്. ഇത് കണ്ടോ, ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചേക്കണം. നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു സ്പൂൺ എടുത്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ ഒഴിക്കും. ഇത് ഒരു സ്പൂൺ എടുത്ത് ഇങ്ങോട്ട് ഒഴിക്കുന്നു. അവിടെ ഹോളുണ്ട്, പൊക്കൊണ്ടിരിക്കുക. അത് ഇങ്ങനെ എടുക്കുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്നിട്ട് വണ്ടി ഒതുക്കി കേട്ടോ. ഹൈവേയുടെ സൈഡിൽ ഒരു ഗ്രാമത്തിലോട്ടോ എന്തോ പോകുന്ന വഴിയാണ്. അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് ജിത്തു ഇവിടെ അരിയിലും പരിപാടിയും കാര്യങ്ങളെല്ലാം തുടങ്ങി കേട്ടോ. മഴയൊന്നും മാറി നിൽപ്പുണ്ട്, വെയിൽ തെളിഞ്ഞു. ഇവരുടെ സവാള, ഉരുളക്കിഴങ്ങ് സാധനങ്ങളെല്ലാം അരിഞ്ഞു വെക്കുന്നു. നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. കുക്കിംഗ് ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിനകത്തോട്ട് നോക്കി, ഇവിടെ ഫുള്ള് സവാളയും പച്ചക്കറി അരിഞ്ഞു വെച്ചതിൻ്റെ ബഹളമാണ് കേട്ടോ. ഇത് സവാള കിഴങ്ങെല്ലാം കൂടി മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചേക്കുന്നു. ഇത് മല്ലിയില. അവിടെ ഈ മെഴുക്കുവരട്ടിക്ക് വേണ്ടി നമ്മുടെ വെണ്ടയ്ക്ക ഇതാ അരിഞ്ഞു റെഡിയാക്കി വെച്ചേക്കുന്നു. ഇവിടെ അടുത്ത സവാള. ഇതെന്തിനാടാ ഈ അരിഞ്ഞു വെച്ചേക്കുന്നത്? സലാഡ് പോലാക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മള് നല്ല വിശപ്പാട്ടോ. രാത്രി ഇനിയിപ്പോൾ ചോറ് കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾ മാഗി ഉണ്ടാക്കുമായിരുന്നു. അതിന് വേണ്ടിയിട്ട് മാഗിയിലൂടെ കഴിക്കാൻ വേണ്ടി മുട്ട പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മാഗി ഇവിടെ റെഡിയായി. അവനത് പ്ലേറ്റിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പം നല്ല വിശപ്പുണ്ട്. ആദ്യം മാഗി ഒന്ന് കഴിച്ചിട്ട് ബാക്കി നമുക്ക് ഉണ്ടാക്കാം. സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഇപ്പി നൂഡിൽസ് റെഡിയായി, മുട്ടയുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് ഫ്ലേവറിൻ്റെ മല്ലിയില ഇട്ടു. ജിത്തു ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി. ഗൈസ്, പോലീസ് എത്തി കേട്ടോ. അവർ പറഞ്ഞ വേറൊന്നുമില്ല, സീൻ സ്ഥലം കേട്ടോ ഇവിടെ. അതിനും വേറൊരു കാര്യം ഉണ്ടായത് പറയാം. സീൻ സ്ഥലമാണ്, കള്ളന്മാർ വിഷയമാണ്, തീർത്ത് കളയുമെന്ന് പറഞ്ഞത്. ഞങ്ങളത് കുക്ക് ചെയ്തപ്പോൾ ലാസ്റ്റ് കുറച്ച് നേരോടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു കറിയും കൂടെ ഉണ്ടാക്കണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഇവിടുന്ന് മാറി പമ്പിലോ എവിടെയെങ്കിലും കയറിക്കോളാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങളങ്ങനെ വണ്ടി ഇട്ടിരുന്നിടത്തുനിന്ന് ഇങ്ങനെ മാറി കേട്ടോ. അവിടെ നിന്ന് മാറിയിട്ട് ഹൈവേ സൈഡിലോട്ട് തന്നെ വീണ്ടും വന്നു. നമ്മൾ ഹൈവേ നിന്ന് ഒരിത്തിരി ഉള്ളിലോട്ട് കയറ്റി ഒതുക്കിയായിട്ടിരുന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇവൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്നൊരു സ്ത്രീ ശബ്ദം.
ഇവൻ എന്തൊക്കെയോ ചോദിക്കുന്നു, ഇവന് മനസ്സിലായി. ഇവനിങ്ങനെ ഡാടാന്ന് എന്നെ വിളിച്ച് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഡോർ ഇതുപോലെ തുറന്നിട്ടേക്കുമായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു തല, ഒരു ചേച്ചി വന്നിട്ട് എന്തൊക്കെയോ തെലുങ്കിൽ പറയുന്നു. അപ്പോൾ ഇവന് കത്തുന്നില്ല, എനിക്കും ശരിക്കും കത്തിയൊന്നുമില്ല. എന്നാലും സംസാരിച്ച് എന്തോ അങ്ങനെ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് കുക്കിംഗ് എന്നൊക്കെ ചോദിച്ചാൽ കുക്കിംഗ് ഒത്തിരി നേരം ഉണ്ടോ, ടൈം എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഒന്നും ശ്രദ്ധിച്ച് നോക്കി വരുന്നത് ട്രാൻസ്ജെൻഡർ ആയിരുന്നു കേട്ടോ. അപ്പം അവർ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കുറച്ച് നേരമുണ്ട് കഴിക്കാൻ വേണ്ടി അങ്ങനെ. അപ്പോൾ അവർക്ക് ഞാൻ ഹിന്ദി പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് എന്തൊക്കെയോ മനസ്സിലായി. ഭക്ഷണം പെട്ടെന്ന് എൻ്റെ അടുത്ത് ആദ്യം കണ്ടവർ പറഞ്ഞു ഇവിടെ ഇരുന്ന് കഴിക്കരുത്, ഇത് മസാൻ എന്ന് പറഞ്ഞു. മസാന എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. അപ്പോൾ ഈ മസാന എന്തോന്ന് എനിക്ക് ആദ്യം മനസ്സിലായി. എന്ന് വെച്ചാൽ മസാന ക്യാ മസാൻ. അപ്പോൾ അവർക്ക് ഹിന്ദി അറിയത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ശ്മശാനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കഴിക്കല്ലേ, ശ്മശാനോ പന്ന സ്ഥലമാണ്. അവരെൻ്റെ അടുത്ത് പറഞ്ഞ് പ്രശ്നമുള്ള സ്ഥലമാണ്, നിങ്ങളിവിടെ നിൽക്കരുതേ, പ്രശ്നമുള്ളതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് പിന്നെയും വേറെ 2-3 പേരോട് വന്നു കേട്ടോ. അവരെല്ലാം കൂടെ വന്നിട്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഇവരെവിടുത്തുകാരാന്നൊക്കെ തങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ കേരളയാണ്. അപ്പോൾ ഭയങ്കര കാര്യമായിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടോ. അപ്പോൾ നിൽക്കണ്ട, ഒത്തിരി പ്രശ്നമാണ്, നിങ്ങൾ കഴിച്ചിട്ട് പെട്ടെന്ന് പൊക്കോ, അവിടെ നിന്ന് കഴിക്കരുത്, ശ്മശാനം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിക്കുന്നു എന്ന് ചോദിച്ചു, വേണമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അവർ കുഴപ്പമില്ല വേണ്ട, ഞാൻ പറഞ്ഞില്ല കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് ഒരെണ്ണം എടുത്തിട്ട് പക്ഷെ കഴിച്ചില്ല കേട്ടോ. എടുത്ത് കുലുക്കിയൊക്കെ നോക്കി പറഞ്ഞു ബോയിൽഡാ. അപ്പോൾ ഇങ്ങനെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ഭക്ഷണം ഓഫർ ചെയ്തപ്പോഴത്തേക്ക് അവർ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അനുഗ്രഹിക്കുന്ന പോലെയൊക്കെ കാണിച്ചിട്ട് അവരും കുറച്ച് മുമ്പോട്ട് പോയി. അവർ മാറി ഞങ്ങൾ വീണ്ടും ഇങ്ങനെ കുക്കിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ എന്നെ വിളിക്കുന്നു പോലീസ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഒരു പോലീസ് ഉണ്ട്. അപ്പോഴത്തേക്ക് എന്തോടെ സംഭവിച്ചു അവിടെ? അവര് കിടന്നു, അവർ ഓടിപ്പോയി. ഉറക്കെ പറ, അവരെല്ലാവരും ഓടി. എങ്ങനെ അത് ഞാൻ കണ്ടില്ല, എന്താ പറഞ്ഞ? നീ അവിടെ ഫോൺ ചെയ്തിട്ടുണ്ടില്ലേ? ആ സമയത്ത് ഇവരവിടെ നിൽക്കില്ല, റോഡിൽ നിൽക്കില്ലായിരുന്നു. പോലീസിനെ കണ്ടപ്പോൾ അവർ ഓടി ആ കാട്ടിനകത്തോട്ടൊക്കെ കയറി. അവരെ അടിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. പോലീസുകാരൊന്ന് ചവിട്ടിട്ട് എന്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യൂട്യൂബ്. അപ്പം മെയിൻ ഓഫീസർക്ക് പുള്ളിക്കും ഹിന്ദി ഒന്നും അറിയാൻ വയ്യ കേട്ടോ. അപ്പം പുള്ളി വന്നിട്ട് എന്ത് പരിപാടി? ഞാൻ പറയുന്ന പോലെ യൂട്യൂബാണ്, ഞങ്ങൾ കുക്കിങ്ങിന് വേണ്ടി നിർത്തിയ ഇത് ചോർ കൊല്ലു എന്ന് പറഞ്ഞു. വൻ സീനുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടോ. നമ്മുടെ അവരും ആദ്യം പറഞ്ഞായിരുന്നു ഇവിടെ ഒത്തിരി നേരം നിൽക്കണ്ട. ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഒരു പോലീസുകാരൻ വന്നായിരുന്നു കേട്ടോ. പുള്ളി അപ്പം ഞങ്ങളുടെ അടുത്ത് അതൊരു യൂത്തായിരുന്നു, ഒരു പയ്യനായിരുന്നു കേട്ടോ. അപ്പോൾ ആ പുള്ളി ഭയങ്കര കമ്പനിയായിരുന്നു. വന്ന് യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ യൂട്യൂബ് ഐഡിയിൽ എടുത്ത് നോക്കി ഐ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പുള്ളിയും പറഞ്ഞു ഒരു 7-8 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പോയേക്കണേ നിൽക്കില്ലേ എന്ന് പറഞ്ഞു. നമ്മൾ നിന്ന് സമയം 7:15 അല്ലേ? 7:15 ഇവരും വന്നിട്ട് പറഞ്ഞു എന്നാൽ ഉണ്ടാക്കിയിട്ട് പോയാൽ മതി, പക്ഷെ ഒത്തിരി നേരം നിൽക്കേണ്ട, പെട്ടെന്ന് ഏതെങ്കിലും പെട്രോൾ ബങ്കിൽ കയറിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ അവർ ആ ഒരു കാര്യം വന്ന് നമ്മുടെ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞിട്ട് എൻ്റെ ഐഡിയ ഒക്കെ ചെക്ക് ചെയ്തു. ഞാൻ എൻ്റെ ആധാർ ഒന്നും എല്ലാം മേടിച്ചു, നമ്മുടെ വണ്ടിക്ക് അതെല്ലാം തോർത്തിരിച്ച് നോക്കി. വേറെ നമ്മളടുത്ത് മോശമായിട്ട് അങ്ങനെ ബിഹേവ് ഒന്നും ചെയ്തില്ല. നമ്മുടെ അടുത്ത് പറഞ്ഞ് ചോർ എന്ന് വെച്ചാൽ ഡാർക്ക് സീനാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കള്ളന്മാരൊക്കെ. അതുകൊണ്ട് സീൻ ഇവര് ആദ്യം ഗ്യാങ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് അന്നേരം ഞങ്ങൾക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവർ നമ്മുടെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് നിന്ന് നമുക്ക് ലാംഗ്വേജ് പറയും, നമ്മൾ ഫുഡൊക്കെ മുട്ടയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് അവർ ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ ആയിരിക്കുന്ന പോലെയൊക്കെ കാണിച്ച് അവർ ഭയങ്കര കാര്യമായിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇവരും വന്ന് നമ്മുടെ അടുത്ത് കാര്യമായിട്ടൊക്കെ പറഞ്ഞ് എല്ലാം ചെക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞാൽ ഇവിടെ നിൽക്കല് പെട്ടെന്ന് പെട്രോൾ ബങ്കിൽ കയറിക്കും. നമ്മൾ സാർ കുക്കിംഗ് പെട്ടെന്ന് തീർത്തിട്ട് പെട്ടെന്ന് കയറാൻ പറഞ്ഞു. പിന്നെ അവരത്രയും പറഞ്ഞല്ലേ, അതുകൊണ്ട് പിന്നെ ഒരു ധിക്കരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അപ്പോഴെല്ലാം പാക്ക് ചെയ്ത് ഇങ്ങോടിയത് കറക്റ്റ് ഹൈവേ സൈഡിൽ ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കി. ഇപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇവിടുന്ന് കഴിച്ചിട്ട് നമുക്ക് പയ്യെ ബാംഗ്ലൂർ പിടിക്കാമെന്നാണ് ആലോചിക്കുന്നത്. അങ്ങനെ എല്ലാം റെഡിയായി കേട്ടോ. റെഡിയായിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാം. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ളത് ചോറുണ്ട്, പിന്നെ മസാലക്കറി ഉണ്ട്, കിഴങ്ങ്, മുട്ട റോസ്റ്റ് ഉണ്ട്, ഇതേ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. ഇതെല്ലാം കൂട്ടി ഹെവി ആയിട്ടൊരു കഴി കഴിച്ചിട്ട് പയ്യെ നമുക്ക് മുമ്പോട്ട് നീങ്ങണം. ഇന്ന് ചിലപ്പോൾ പാർക്ക് ചെയ്യുന്നില്ല, മാക്സിമം ഡ്രൈവ് ചെയ്ത് പിടിക്കാൻ നോക്കും. നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.